നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. ടി.പി. സെൻകുമാറിനെ പുനർനിയമിക്കണം എന്ന് പറഞ്ഞു വന്ന സുപ്രീം കോടതി വിധി, ആ വിധിയിലൂടെ റദ്ദായത് 2016 ജൂൺ മാസം 1-ാം തീയതി സെൻകുമാറിനെ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഉത്തരവ്. എന്നാൽ ആ ഉത്തരവിൽ പറയുന്ന മറ്റ് IPS ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ എന്താണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? സുപ്രീം കോടതി വിധിയിൽ ഇത് വ്യക്തമാകുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് വ്യക്തത വരുത്താതെ സംസ്ഥാന സർക്കാരിന് ടി.പി. സെൻകുമാറിനെ പുനർനിയമിക്കാൻ സാധിക്കുമോ? പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ഉടൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് ആകുമോ? ഒപ്പം ചില മാധ്യമങ്ങളെങ്കിലും പിണറായിയുടെ വീട്ടുകാര്യമാണോ ഇങ്ങനെ വെച്ച് താമസിപ്പിക്കാൻ എന്ന് ചോദിക്കുന്ന രീതിയിൽ ആക്രോശിക്കുന്നത് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ടാണോ? സെൻകുമാർ കേസിൽ വ്യക്തത തേടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനോട് നിയമോപദേശം തേടി. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് A. റഹീം, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് VV രാജേഷ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ എന്നിവർ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, 24/4/2017 ടി.പി. സെൻകുമാറിനെ പുനർനിയമിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി വിധിച്ച ജഡ്ജ്മെന്റിൽ സെൻകുമാറിനെ നിയമിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് 2016 ജൂൺ 1-ാം തീയതി സെൻകുമാറിനെ മാറ്റിയ ഉത്തരവ് റദ്ദാക്കി എന്നാണ് വായിച്ചെടുക്കേണ്ടത്. അത് സെൻകുമാറിനെ മാറ്റുന്ന ഉത്തരവ് മാത്രമായിരുന്നില്ല, മറ്റ് 3 IPS ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ കൂടി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. IPS ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഉത്തരവാണത്. ബെഹ്റയുടെ കാര്യം, ജേക്കബ് തോമസിൻ്റെ കാര്യം, ശങ്കർ റെഡ്ഡിയുടെ കാര്യം. ഈ കാര്യത്തിൽ ഇപ്പോൾ 24-ാം തീയതി ഇറങ്ങിയ ഉത്തരവിൽ ഒന്നും പറയുന്നുമില്ല. ഇത് വ്യക്തത വരുത്തേണ്ട ഒരു കാര്യമായി ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അത് ശരിയല്ലേ? ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഡറിൽ 2-3 വാദങ്ങൾ സർക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനെയും ഒന്നും അഡ്രസ്സ് ചെയ്തിട്ടില്ല. അഡ്രസ്സ് ചെയ്ത ഒരു ഇഷ്യൂ ഈ പെറ്റീഷണറുടെ ഭാഗത്തുനിന്ന്, അതായത് ടി.പി. സെൻകുമാറിൻ്റെ ഭാഗത്തുനിന്ന് അഡ്രസ്സ് ചെയ്ത ഒരു ഇഷ്യൂ, ഈ ഓർഡർ ആദ്യം 2015 ഓർഡർ റോങ് ആണ് എന്നുള്ള നിലയ്ക്കാണ്. അതിൽ കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടിട്ടാണ് അദ്ദേഹത്തിനെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ആ ഓർഡറിൽ റിഫ്ലക്റ്റ് ചെയ്യാത്തത് കൊണ്ടിട്ട് ഓർഡർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിലയ്ക്കാണ് അത് സെറ്റ് അസൈഡ് ചെയ്തേക്കണം. ഈ സെറ്റ് അസൈഡ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, നാച്ചുറലി അദ്ദേഹത്തിന് ആ പോസ്റ്റിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്യാനും പറഞ്ഞു. പിന്നെ വരുന്നത് ലോക്നാഥ് ബെഹ്റ ഈ പോസ്റ്റിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കോടതി കൺസേൺഡ് അല്ല, അതിനെക്കുറിച്ച് കോടതി ഒന്നും പറഞ്ഞിട്ടുമില്ല. പിന്നെ ഈ ഡിസിഷൻസ് എല്ലാം സത്യത്തിൽ എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അങ്ങനെ ഡിസിഷൻ എടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാം. കാരണം 2 years ഇതിൽ ലാപ്സ് ചെയ്തിട്ടുണ്ട്. വേറെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി കോടതിയിൽ സമീപിച്ചാലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്, കോർട്ട് ചിലപ്പോൾ അത് ഭയങ്കര ഹോസ്റ്റൈൽ എടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ഗവൺമെന്റ് ഫേസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി. രണ്ടാമത് വരാം. കോടതി ഇതിനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് അങ്ങ് പറഞ്ഞതുപോലെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. സർക്കാരിനെ വിഷമിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയവും അത് തന്നെയാണ്. ഇവിടെ സർക്കാർ ഈ ഉത്തരവ്, ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോകാം. കാരണം അതിനുള്ള വാദവും സർക്കാരിൻ്റെ പക്ഷത്തുണ്ട്. ഇതിൽ ക്ലാരിറ്റി വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ തുടക്കത്തിൽ ഉന്നയിച്ച ആ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടും പോകാം. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നാണ് സർക്കാർ ആദ്യം തീരുമാനിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് കോടതി അത് എങ്ങനെ എടുക്കുമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ ചുരുങ്ങിയ പക്ഷം ഈ ക്ലാരിറ്റി വരുത്താനുള്ള, എങ്ങനെ ഇത് നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് അങ്ങിപ്പോൾ പറഞ്ഞ ആ ഒരു ഭാഗം നിലനിൽക്കുന്നുണ്ടല്ലോ. കൺഫ്യൂഷൻ ലാൽ, സത്യത്തിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവണമെന്നില്ല. കാരണം
ലോ ഡിപ്പാർട്ട്മെൻറ്റ് ലോ സെക്രട്ടറി തന്നെ ഇത് ഇപ്പോൾ തൽക്കാലം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം ഓർഡേഴ്സ് ക്ലാരിഫിക്കേഷന് വേണമെങ്കിൽ പോവാം എന്നുള്ള നിലയ്ക്കാണ് ലോ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഞാൻ ഈ ഗവൺമെൻറ്റിന് ഒരു ഒപ്പീനിയൻ കൊടുക്കാൻ എൻ്റെ ആവശ്യമില്ല. അതിന് അവരുടേതായ ചാനൽസ് ഉണ്ട്, അവരുടേതായ ചാനൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ മീഡിയ ചാനൽസ് അല്ല പറഞ്ഞത്, അവരുടേതായ ഫോറംസ്, അവരുടെ ഓഫീസേഴ്സും അവരുടെ സീനിയർ അഡ്വക്കേറ്റ്സ് എല്ലാം ഉണ്ട്. ഇതിലുള്ള വിഷയം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ദേ ക്യാൻ ഓൾവേസ് ആസ്ക് ഫോർ ഒരു ഒപ്പീനിയൻ ചോദിക്കാം. പക്ഷേ ഇതിൽ ലോക്നാഥ് ബെഹ്റ ഇതിലൊരു പാർട്ടിയായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ കൂടുതൽ ഗ്രീവൻസ് ഉണ്ടാവേണ്ടത് ലോക്നാഥ് ബെഹ്റയ്ക്കാണ്, അദ്ദേഹമല്ലേ അത് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്നുള്ളത്. അക്കോമഡേറ്റ് ചെയ്യാൻ 2015 ഒരു ഓർഡർ പാസ്സാക്കിയ ഗവൺമെൻറ്റിന് ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഗവൺമെൻറ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇനി നാളെയും ഇത് വേറെ ലിറ്റിഗേഷൻസിലേക്ക് പോവാതെ അത് ചെയ്യാൻ പറ്റണം. അങ്ങനെ നോക്കുമ്പോൾ ഈ ഓർഡറിന് ക്ലാരിറ്റി ഇല്ല. അതിന് വേണമെങ്കിൽ ദേ ക്യാൻ ആസ്ക് ഫോർ എ ക്ലാരിഫിക്കേഷൻസ്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കാര്യത്തിൽ ഒരു കൺഫ്യൂഷനുണ്ട്, ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ പൊതുവെ ഒരു അഭിപ്രായം ഇപ്പോൾ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇത് നടപ്പിലാക്കുന്നതിന് വൈകേണ്ടതില്ല എന്ന അഭിപ്രായം വരുമ്പോൾ തന്നെ ഈ കാര്യത്തിൽ സർക്കാരിനുള്ള കൺഫ്യൂഷൻ തീർക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞ ഒരു ഗ്രീവൻസ് ഉള്ള കക്ഷി എന്ന് പറയുന്നത് ലോക്നാഥ് ബെഹ്റ കൂടിയാണ്. അപ്പോൾ ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണമെങ്കിൽ കോടതിയിലേക്ക് പോകാനുള്ള അവസരമുണ്ട്. അതും ആർക്കെതിരായിട്ടാണ് വരിക? അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഇപ്പോൾ ജഡ്ജ്മെന്റ് വന്ന സുപ്രീം കോടതി വിധിക്കെതിരാകാം, അത് നടപ്പിലാക്കിയതിനു ശേഷമാണെങ്കിൽ സർക്കാരിനെതിരെയാകാം. അപ്പോൾ വീണ്ടും ഇത് കേസിലേക്ക് പോകുന്ന ഒരു ഘട്ടം വരുന്നുണ്ട്. സർക്കാർ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, അതിന് നിയമ ഉപദേശം തേടേണ്ടതുണ്ട്, അതല്ലെങ്കിൽ കോടതിയുടെ തന്നെ ഈ കാര്യത്തിലെ വിശദീകരണം, ക്ലാരിഫിക്കേഷൻ നേടേണ്ടതുണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ചില കാര്യങ്ങളിൽ കോടതി ഉത്തരവ് നൽകുമ്പോൾ അതിൽ വ്യക്തത ആവശ്യമുണ്ട്. ഇവിടെ TP സെൻകുമാറിനെ പോലീസ് ചീഫ് ആയി നിയമിക്കണം, മേധാവിയായി നിയമിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. കാരണം കാര്യങ്ങൾ വ്യക്തമാണ്. TP സെൻകുമാറിന് കേരള പോലീസിലെ ഏറ്റവും ഉയർന്ന തസ്തിക നൽകണം. പക്ഷെ അങ്ങനെ നൽകുമ്പോൾ അവിടെ ഇപ്പോൾ ഒരാളുണ്ട് ആ സ്ഥാനത്ത്, അതാണ് ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റയെ എന്ത് ചെയ്യണം? അദ്ദേഹത്തെ എങ്ങോട്ട് മാറ്റണം? ആ കാര്യത്തിൽ കൂടി സുപ്രീം കോടതി ഒരു അഭിപ്രായം പറയണമായിരുന്നു. ലോക്നാഥ് ബെഹ്റയുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല. മറിച്ച് TP സെൻകുമാറിന് ആ പദവി നൽകാതിരുന്നത് മാത്രമാണ് സുപ്രീം കോടതി ഇടപെട്ട വിഷയം. അപ്പോൾ ഒരു സെൻകുമാറിനെ പോലെ തന്നെ ഉന്നതമായ പദവി വഹിക്കുന്ന ഒരാളാണ്, ഒരു ഉദ്യോഗസ്ഥനാണ് ലോക്നാഥ് ബെഹ്റയും. അദ്ദേഹത്തെ എന്താണ് ചെയ്യേണ്ടത്? കാരണം അദ്ദേഹത്തിന് ഇതിനെതിരെ കോടതിയിൽ പോകുന്നതിനുള്ള ഒരു അവസരം അത് ഉണ്ടാക്കുന്നതിന് പകരം കാര്യങ്ങൾ കുറെ കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും സ്പർശിക്കുന്ന ഉത്തരവായിരുന്നു സുപ്രീം കോടതി നൽകേണ്ടിയിരുന്നത്. ശരി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അവിടെ വേറൊരു കാര്യം കൂടി. ഇപ്പോൾ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞത് TP സെൻകുമാറിനെ നിയമിക്കണം എന്ന കാര്യത്തിൽ അവ്യക്തതയില്ല എന്നാണ്. ശരിയാണ്, ആ ജഡ്ജ്മെന്റ് അവസാനിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്യണം, പഴയ ഉത്തരവ് റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് സെൻകുമാറിനെ പുനർനിയമിക്കുക എന്നാണ്. പക്ഷേ വീണ്ടും സർക്കാരിന് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർക്കാർ പറഞ്ഞ ഒരു കാര്യം കോടതിയും പരിഗണിച്ചിട്ടുണ്ട്. അതായത് സെൻകുമാറിനെ ആദ്യം നിയമിച്ചത് 2015 ജൂണിൽ നിയമിച്ചത് ഇറഗുലറായിട്ടാണ്. ഇല്ലീഗലായിട്ടാണോ എന്ന കാര്യത്തിൽ കോടതി വ്യക്തമായി പറയുന്നില്ല. പക്ഷെ അതിൽ ഇറഗുലാരിറ്റി ഉണ്ട് എന്ന് കോടതി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തള്ളിയിട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യാനാണ്? പുനഃപരിശോധിക്കണം എന്നുള്ള സർക്കാരിൻ്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണോ? അതോ ഇതിൽ തന്നെ സെൻകുമാറിന് എന്ത് പരിഗണനയാണ് നൽകിയിരിക്കുന്നത് എന്ന് സർക്കാരിന് സംശയം തോന്നിയാൽ മറുപടി കൊടുക്കണ്ടേ കോടതി? അതായത് ഒരു സാധാരണ സർവീസ് വിഷയം പോലെ ഒരാളെ സർവീസിൽ നീക്കം ചെയ്യുന്നു, അയാൾ കോടതിയിൽ പോകുന്നു, അങ്ങനെ ഒരു വിഷയമല്ല ഇത്. സെൻകുമാറിന് അദ്ദേഹത്തിന്റെ തൊഴിൽ അല്ലെങ്കിൽ ഉദ്യോഗം പദവി ഒന്നും നഷ്ടമായിട്ടില്ല. അദ്ദേഹത്തിന് പോലീസ് ചീഫ് ആയി നിയമിക്കണമോ വേണ്ടയോ എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ വിഷയം.
പോലീസ് ചീഫായി ഒരു നിയമനം കേരള ഗവൺമെന്റ് നടത്തി. ആ നിയമനത്തിൽ അപാകത ആരും ചൂണ്ടിക്കാണിച്ചിട്ടില്ല. മറിച്ച് സെൻകുമാറിനെ മാറ്റി നിർത്തിയത്, സെൻകുമാറായിരുന്നു പദവി വഹിച്ചിരുന്നത്, ആ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ക്രമീകരണം ആവശ്യമുണ്ട് അവിടെ. ആ ക്രമീകരണത്തെ കുറിച്ച് കൂടി സുപ്രീം കോടതി ഒരു സംശയമില്ലാത്ത രീതിയിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് എ റഹീം, സർക്കാർ അപ്പോൾ ഈ കാര്യത്തിൽ വിധി വന്നയുടനെ തന്നെ സെൻകുമാറിനെ DGP ആയി നിയമിക്കാത്തത് എന്തിനിത്രയും വൈകുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. KPCCയുടെ അധ്യക്ഷനും പെട്ടെന്ന് നിയമിക്കണമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ പല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പിണറായിയുടെ വീട്ടുകാര്യം പോലെയാണോ ഒരു സുപ്രീം കോടതി ഉത്തരവ് വന്നതിന് ശേഷം ഇങ്ങനെ അതിൻ്റെ പുറത്ത് അടയിരിക്കുന്നത് എന്ന് വല്ലാത്ത ഭാഷയിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും അധിക്ഷേപിക്കുന്നു. ഈ ഉത്തരവിനെ എങ്ങനെയാണ് സർക്കാരും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും കാണുന്നത്? അല്ല, നിയമപരമായ ഉത്തരവിനെ നിയമപരമായി തന്നെ കാണും. അതിലൊന്നും വേറെ ഏറ്റുമുട്ടലിൻ്റെ പാതയൊന്നും ഒരിക്കലും CPM ഓ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിനോ അങ്ങനെ ഒരു നിലപാടൊന്നുമില്ല. പിന്നെ ശ്രീ ലാൽ സൂചിപ്പിച്ച രാഷ്ട്രീയ പ്രതിയോഗികളുടെ ആരോപണങ്ങളാണ്. അതെല്ലാം വില കുറഞ്ഞ രാഷ്ട്രീയം മാത്രമാണ്. ബഹുമാന്യനായ ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ രഞ്ജിത്ത് മാരാറിൻ്റെ പ്രതികരണം എനിക്ക് ഓഡിയോ എന്നത് കാരണം പൂർണ്ണമായി കേൾക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ നിയമവിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇതിലുള്ള അന്തർലീനമായിരിക്കുന്ന നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമപ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതെ മുമ്പോട്ട് പോകാനാകില്ല. കോടതി തന്നെ ഇക്കാര്യത്തിൽ TP സെൻകുമാറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തതയെ സംബന്ധിച്ച് കോടതിയും ശരിവെക്കുകയാണ്. അവർ ഒരുപാട് നിയമപ്രശ്നങ്ങളുണ്ട്. ആ നിയമപ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉചിതമായ തീരുമാനമായിരിക്കും ഒരു സർക്കാർ എടുക്കുക. സർക്കാർ വൈകാരികമായല്ല പ്രശ്നങ്ങളെ സമീപിക്കുന്നത്, വസ്തുതാപരമായാണ്. അപ്പോൾ നിലനിൽക്കുന്ന കാര്യങ്ങളെ ആ നിലയിലായിരിക്കും സർക്കാർ കാണുക. സർക്കാരിന് ഇക്കാര്യത്തിൽ വേറൊരു കള്ളക്കളിയില്ല. നിലനിൽക്കുന്ന നിയമപ്രകാരം 2011 പോലീസ് ആക്ടിലെ 97(2) പ്രകാരം യഥാർത്ഥത്തിൽ മാറ്റാൻ സർക്കാരിൽ അധികാരമുണ്ടായിരുന്നു. ആ അധികാരപ്രകാരം തന്നെയാണ് സർക്കാർ മാറ്റിയത്. ശ്രീ TP സെൻകുമാർ കോടതിയിൽ ആവശ്യപ്പെട്ടത് ആ നിയമത്തെ അസാധുവാക്കണം, നിയമത്തിൻ്റെ ആ വകുപ്പിനെ അസാധുവാക്കണമെന്നായിരുന്നു. പക്ഷേ കോടതി അത് ശരിവെച്ചില്ല. മറ്റു ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. മാറാൻ പറഞ്ഞ കാര്യങ്ങളിലുള്ള കോടതിയുടെ നീരസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. ഏതായാലും ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, പോലീസ് സേനയിൽ ഉണ്ടാകേണ്ടി വരുന്ന പുനർവിന്യാസം, അതുണ്ടാക്കുന്ന പുതിയ നിയമപ്രശ്നങ്ങൾ, അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് നിലപാടെടുക്കാൻ കഴിയുള്ളൂ. പ്രതിപക്ഷത്തിന് എന്തും പറയാം. അങ്ങനെ എന്തും പറയുന്ന ഒരു രാഷ്ട്രീയ വിഭാഗമായി പ്രതിപക്ഷം അധപതിക്കുന്നു എന്നതാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചിത്രത്തിൽ കാണുന്ന ഒരു ദുരന്തം എന്നതുകൂടിയാണ് ഇക്കാര്യത്തിൽ നമ്മൾ കാണേണ്ടത്. സർക്കാർ ഇക്കാര്യത്തിൽ അവധാനതയോടെ നീതിയുക്തമായി ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു അല്പസമയത്തിനകം ഈ ചർച്ചയിൽ ചേരും. ഇപ്പോൾ BJP നേതാവ് ശ്രീ VV രാജേഷ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ VV രാജേഷ്, ഈ വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഒരല്പം കൗതുകം കൂടിയുള്ളതാണല്ലോ. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നു എന്ന നിരീക്ഷണം കൂടി ഉള്ളപ്പോൾ. ആർക്കാ അങ്ങനെ നിരീക്ഷണമുള്ള? ലാലിനാണോ? എനിക്കുണ്ടെങ്കിൽ അതിനെന്താണ് മറുപടി? ഉത്തർപ്രദേശിൽ ഞങ്ങൾ പ്രതിസന്ധി നേരിടുന്നു എന്ന നിരീക്ഷണം ഉള്ളവരോട് ഞാൻ പറയുന്നു, ഉത്തർപ്രദേശിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ TP സെൻകുമാർ പോയതുപോലെ ഉത്തർപ്രദേശിലെന്നല്ല മറ്റ് 13 സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സ്ഥലത്തോ കേന്ദ്രത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കോടതികളുടെ വാതിൽ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. അവർക്ക് ആർക്ക് സമീപിക്കാം. ഞങ്ങൾക്ക് യാതൊരു പ്രതിസന്ധി നേരിടുന്നില്ല. അങ്ങനെയുള്ളൊരു ആശങ്കയും ലാലിന് വേണ്ട. ഇനി ഇവിടെ സെൻകുമാറിൻ്റെ കാര്യത്തിൽ, സെൻകുമാർ വിഷയത്തിൽ ഞാനൊന്ന് അതിനകത്ത് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് അതിനെ രണ്ട് രീതിയിൽ അങ്ങ് പറഞ്ഞ ഈ നിരീക്ഷണത്തെ, അങ്ങയുടെ വാദത്തെ കാണാം. ചിലർ പറയുന്നത് ഇത് പല കാലങ്ങളിലും നിയമമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ അധികാരത്തെ, ഞങ്ങൾ ചെയ്തു വെച്ച കാര്യത്തെ ചോദ്യം ചെയ്യാൻ അവിടെ ഒരു ഉദ്യോഗസ്ഥനും മാറ്റിയ ഉദ്യോഗസ്ഥനും ആരും ധൈര്യപ്പെടില്ല. അവർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഞങ്ങൾ കണ്ടോളാം എന്നൊരു വശം കൂടി അതിനുള്ളതായി വേണമെങ്കിൽ സംശയിച്ചെടുക്കാം. അത് ഇടതുപക്ഷ പശ്ചാത്തലം കൂടിയുള്ള താങ്കളുടെ ധാർഷ്ട്യത്തിന്റെ ഭാഷ. ഞാൻ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ഭാഷ. നല്ലൊരു സർട്ടിഫിക്കറ്റാണ്. ഇടതുപക്ഷം എന്ന് പറയുന്നത് മനുഷ്യപക്ഷമാണ്. ഒരു പാർട്ടിയുടെ വക്താവായി എന്നെ കണ്ടില്ലല്ലോ. എന്തായാലും നമുക്ക് നിർത്താം. റഹീം പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. റഹീം പറഞ്ഞത് സുപ്രീം കോടതിയുമായി ഏറ്റുമുട്ടലല്ല, തീർച്ചയായും ഏറ്റുമുട്ടലാണ്, വളഞ്ഞ വഴിയിലൂടെ ഏറ്റുമുട്ടൽ. ഇതിൽ ഈ ഓർഡർ നമ്മളെല്ലാവരും വായിച്ചാണല്ലോ, 55 പേജ് വരുന്ന ഈ ജഡ്ജ്മെൻറ്റ് വായിച്ചാണല്ലോ. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാനം പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതിൽ സെൻകുമാറിനെ പഴയ സ്ഥാനത്ത് നിയമിക്കുക എന്നുള്ളതാണ് ആ ജഡ്ജ്മെൻറ്റിൻ്റെ അവസാന ഭാഗം എന്നുള്ളത് നമുക്ക് ആക്കുന്നതിന് തർക്കമില്ലല്ലോ. അതിലെന്താ ക്ലാരിറ്റി കുറവ്?
പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി ഗവൺമെൻറ് ആവട്ടെ, പിണറായി വിജയൻ ഗവൺമെൻറ് ആയിട്ട്, രാജേഷ് ആവട്ടെ, രഞ്ജിത് മാരാവട്ടെ, ലാൽ ആവട്ടെ, അവസാനമായി സുപ്രീം കോടതി കാര്യം പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഏർലിയസ്റ്റ് ചെയ്യുക എന്നുള്ള. ഇനി ഒരു പോയിന്റ് കൂടി ഞാൻ ഒരു പോയിന്റ് കൂടി പറയട്ടെ, ഞാൻ ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞു പോകാല്ലേ. ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് വസ്തുതകളുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ആർമി ചീഫ്, ഇങ്ങനെയുള്ള ഒരു പോസ്റ്റുകളൊന്നും തന്നെ ഒരു മിനിറ്റ് പോലും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പോലീസ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ഒരു DGP മാറുമ്പോഴേക്കും ബാറ്റേൺ മറ്റൊരു DGPക്ക് കൈമാറിയിട്ടാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. ഇവിടെ 5 ദിവസമായി കേരളത്തിൽ സംസ്ഥാന പോലീസിന് മേധാവിയില്ല. അപ്പോഴാണ് വളഞ്ഞ വഴിയുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയം പറയുന്ന രാജേഷ്. പക്ഷേ ആ കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. സാങ്കേതികമായ അർത്ഥത്തിൽ DGP അവിടെ ഉണ്ട്. കാരണം അത് മാറണമെങ്കിൽ സംസ്ഥാന സർക്കാർ പുതിയ ഉത്തരവ് ഇറക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്രയധികം സംസ്ഥാന സർക്കാരിനോട് നിങ്ങളൊക്കെ ചോദിക്കുന്നത്? എന്തേ TP സെൻകുമാറിനെ നിയമിക്കണ്ടല്ലോ, സുപ്രീം കോടതിയുടെ വിധി വന്നല്ലോ, അപ്പൊ തന്നെ നിയമിതനായിട്ടുണ്ടാകുമല്ലോ, അദ്ദേഹം ഓഫീസിലേക്ക് പോയാൽ മതിയല്ലോ. അത് പോരാ, അപ്പൊ അതിനകത്തൊരു ഉത്തരവ് വേണം. ആ ഉത്തരവ് വന്നിട്ടില്ല. ആ ഉത്തരവ് വരുമ്പോഴേ ആ ഓഫീസിൽ നിന്ന് മറ്റേയാളും പുറത്തേക്ക് പോകും. അതെ, അങ്ങനെയോടാണ് ചോദ്യം. അപ്പൊ അവിടെ എൻ്റെ ഒരു ചോദ്യം ഈ കാര്യം കൂടിയാണ്. നേരത്തെ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും നിയമപരമായി സെൻകുമാറിനെ നിയമിക്കണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു ചില അവ്യക്തതകൾ കോടതി വിശദീകരിക്കേണ്ട ഒരു ഘട്ടമുണ്ട് എന്ന് പറഞ്ഞത് അഡ്വക്കേറ്റ് കൂടിയായി VV രാജേഷ് മനസ്സിലാകുന്നില്ലേ? ലാൽ, ലോക്നാഥ് ബെഹ്റയെ നിയമിച്ചതും സെൻകുമാറിനെ മാറ്റിയതും ഉൾപ്പെടെയുള്ള 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഒരൊറ്റ ഓർഡറിലാണല്ലോ. അതെ. ആ ഓർഡർ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ ലോക്നാഥ് ബെഹ്റ DGP അല്ലാതായി മാറുന്നു. ലോക്നാഥ് ബെഹ്റയെ നിയമിച്ച ഉത്തരവ് സുപ്രീം കോടതി ക്യാൻസൽ ചെയ്ത അടുത്ത നിമിഷം അദ്ദേഹം DGP അല്ലാതെ മാറുന്നു. എന്തായി മാറണമെന്ന് തീരുമാനിക്കേണ്ടത് കേരള ഗവൺമെന്റ് ആണ്. കേരള ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനിച്ചാൽ അദ്ദേഹം കോടതിയിൽ പോകും. പോട്ടെ, അപ്പോഴേക്കും കോടതി മറുപടി. അങ്ങനെ ഓരോ സമയത്തും നിങ്ങൾക്ക് കോടതിയിൽ ഈ സർക്കാരിന് പോയി സമയം കളയാനുള്ളതാണോ? ഇതിനകത്തൊരു വ്യക്തത ഒരു കാര്യം ഇല്ല. ഇതിനകത്ത് ഇല്ല, അങ്ങ് അറിയാതെ പറയരുത്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞതുപോലെ ഈ ലോക്നാഥ് ബെഹ്റയും ഇതിലൊരു കക്ഷിയാണ് എന്ന് ഇരിക്കെ ആ കാര്യത്തിൽ കോടതി ആ കാര്യം കാണാതെ ഒരു തിടുക്കം കാണിച്ച് ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്തേ എന്ന് ഒരു നിയമത്തിൽ കൗതുകമുള്ള ഗവേഷകന് തോന്നേണ്ടതാണ് രാജേഷ്. ഒരു റിസർച്ച് അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഒരു റിസർച്ച് ആസ്പെക്ട് എന്നുള്ള നിലയ്ക്ക് നമുക്ക് അതിന്റെ പിന്നാലെ പോവാം. പക്ഷേ കോടതി ഒരു കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് വിധി കോടതിയുടെ മുമ്പാകെ വരുന്ന ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു കേസിലാണ്. സെൻകുമാർ അദ്ദേഹത്തിന്റെ ഗ്രീവൻസുമായിട്ട് ഒരു കേസ് മുമ്പിൽ വന്ന ഈ കേസിലാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് അല്ലേ. സെൻകുമാർ ഒരു കേസുമായിട്ട് സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോഴേക്കും ആ കേസിൽ ഉള്ള സർക്കംസ്റ്റാൻസ് അനുസരിച്ച് കോടതി വിധി പറയും. അതിനപ്പുറം കേരളത്തിലുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും എവിടെ നിയമിക്കണം, എവിടെ മാറ്റി നിയമിക്കണം സുപ്രീം കോടതി പറയുകയില്ല. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ഓഫ് കേരള. വേറൊന്ന്, സുപ്രീം കോടതി അപ്പോയിന്റിംഗ് അതോറിറ്റി അല്ല. സുപ്രീം കോടതി കോടതിയുടെ മുമ്പാകെ വരുന്ന ഒരു കേസിൽ വിധി പറയുന്നു. ഒരു വേദനയുമായി സംസ്ഥാന സർക്കാർ. അപ്പോൾ ബെഹ്റയെ അപ്പോയിന്റ് ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാർ. ബെഹ്റയെ ഈ നിമിഷം പുറത്താക്കിയിരിക്കുന്നു എന്ന് അങ്ങ് പറയുമ്പോൾ പുറത്താക്കുന്നത് സുപ്രീം കോടതി, അത് അപ്പോയിന്റ് ചെയ്യുന്നത് മാത്രം സർക്കാർ എന്നൊരു വായന പാടില്ല. രണ്ടും ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാർ കോടതി വിധിക്ക് അനുസരിച്ച്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ശരി, അത് കോടതി വിധി എങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അങ്ങ് പറഞ്ഞു. മാരാർ ഈ കാര്യത്തിൽ മറ്റ് 2 വശങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് ചോദിച്ച കാര്യം തന്നെയാണ്. അതായത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വലിയ ജിജ്ഞാസ കാണിച്ചതാണ് സുപ്രീം കോടതി. ഈ TP സെൻകുമാറിനെ നിയമിച്ചതിലെ ഇറഗുലാരിറ്റി പറഞ്ഞ ഘട്ടത്തിൽ അത് ഒന്നും ചെയ്തിട്ടില്ല കോടതി ഉത്തരവിൽ. ആ കാര്യത്തെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. കൊണ്ടു എന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്ന രീതിയിൽ ആ കാര്യങ്ങൾ അവിടെ നിലനിർത്തിയിരിക്കുന്നു. അപ്പോൾ ഇറഗുലാരിറ്റിയിലൂടെ നിയമിതനായ TP സെൻകുമാറിനെ ആണോ ഇപ്പോൾ വീണ്ടും നിയമിക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നൊരു വായനയും കൂടി അക്കാഡമിക്കായിട്ടെങ്കിലും ഉണ്ടാകേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് TP സെൻകുമാറിനെ സ്റ്റേറ്റ് പോലീസ് ചീഫായി പുനർനിയമിക്കണം എന്നാണ്. പക്ഷേ അദ്ദേഹം സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നില്ല എന്നുള്ള കാര്യം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും എൻ്റെ കയ്യിൽ എനിക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ
ബോധ്യപ്പെടുത്തുകയാണ്. അദ്ദേഹം ഹെഡ് ഓഫ് പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു തസ്തികയിൽ സ്റ്റേറ്റ് പോലീസ് ചീഫിനേക്കാൾ ചില ആനുകൂല്യങ്ങൾ കുറവുള്ള മറ്റൊരു തസ്തികയിലാണ് അദ്ദേഹം മാറ്റപ്പെട്ട സമയത്തുണ്ടായിരുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് പോലീസ് ചീഫായി പുനർനിയമിക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒരു പ്രത്യേക സമിതി രൂപീകരിക്കണം, അവരാണ് ശുപാർശ ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്യാൻ ഇനിയും സമയം വേണ്ടിവരും. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സംശയം വീണ്ടും സർക്കാരിനുണ്ടാകുന്നു. അത് തീർക്കണമെങ്കിൽ വലിയ കൺഫ്യൂഷനാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. അതെങ്ങനെ തീർക്കും? ലാൽ, ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ലാലിന് വേണ്ട ഒപ്പീനിയൻ എന്നോട് പറയാൻ പറയരുത്. ഞാൻ അതിന് തയ്യാറല്ല. കാരണം രാജേഷിനെ ട്രീറ്റ് ചെയ്ത പോലെ എന്നെ ട്രീറ്റ് ചെയ്ത്. ഒരിക്കലുമില്ല. അങ്ങനെ ഞാൻ നിയമവിദഗ്ധൻ എന്നുള്ള നിലയ്ക്കാണ്, രാജേഷിനെ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ഇല്ല, ഇങ്ങനെയൊന്നും കാണണ്ട. ഞാൻ എൻ്റെ സ്റ്റാറ്റസ് നിയമവിദഗ്ധൻ എന്നുള്ളത് പോലും കാണണ്ട. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങളുടെ ലോ സെക്രട്ടറി സ്റ്റേറ്റ് ഓഫ് കേരളയുടെ ലോ സെക്രട്ടറി പറഞ്ഞത് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് സുപ്രീം കോടതി ഓർഡറിനെ കംപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഈ ക്ലാരിഫിക്കേഷൻസ് എല്ലാം പിന്നീട് വേണ്ട ക്ലാരിഫിക്കേഷൻസ് ആണ്. അത് പിന്നീട് എടുക്കാവുന്നേ. ഈ ഓർഡർ സെറ്റ് അസൈഡ് ചെയ്തപ്പോൾ സുപ്രീം കോടതി ഓർഡർ സെറ്റ് അസൈഡ് ചെയ്ത് വീണ്ടും വന്നപ്പോഴത്തേക്കും ആ സ്റ്റാറ്റസ് കോയിലേക്ക് തിരിച്ചു വരികയാണ് സെൻകുമാർ ചെയ്തത്. നമ്മൾ അതിലേക്ക് വാശി പിടിക്കാതെ ഒരു സ്റ്റാൻഡ് എടുക്കണമായിരിക്കും ഗവൺമെൻറ്റിന് സേഫർ. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, സുപ്രീം കോടതിയിൽ മാറ്റർ വന്നിട്ട് ഒരു 2 months 3 months ഈ മാറ്റർ സുപ്രീം കോടതി ഡിസൈഡ് ചെയ്ത ഒരു ഫേവറബിൾ ഓർഡർ TP സെൻകുമാറിന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സുപ്രീം കോടതിയുടെ വേവ് ലെങ്ത് എന്നും ഈ അപ്പലന്റിനും പെറ്റീഷണറിന് അനുകൂലമായിരുന്നു, TP സെൻകുമാറിന് അനുകൂലമായിരുന്നു. ആ ഒരു സർക്കംസ്റ്റാൻസും കൂടി ഗവൺമെന്റ് കണക്കാക്കണത് നന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ രഞ്ജിത്ത് മാരാർ, ഞാൻ എന്റെ സംശയം ഒന്ന് ഉന്നയിക്കണം. പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ ഈ ബെഞ്ചിന് അല്ലെങ്കിൽ സുപ്രീം കോടതിക്ക് ഈ അപ്പലന്റിനോട് TP സെൻകുമാറിനോട് അദ്ദേഹത്തിന്റെ വാദത്തോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിനും ഇങ്ങനെ ഒരു വിധിയിലേക്ക് എത്തുന്നതിനും അല്ല, അങ്ങനെ പോസിറ്റീവായി എടുത്താൽ അങ്ങനെ എന്നെ അങ്ങനെ കണക്കാക്കരുത്. TP സെൻകുമാറിന്റെ കേസിലെ 97(2) കണ്ടൻഷൻസ് 2 years ആണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് 2017 ജൂണിലാണ്. അപ്പോൾ അത്രയും അർജൻസിയോടുകൂടിയാണ് ഈ മാറ്റർ സുപ്രീം കോടതി കൈകാര്യം ചെയ്ത അവസരത്തിൽ പല കണ്ടൻഷൻസ് ടേക്കപ്പ് ചെയ്തെങ്കിലും എത്രയും പെട്ടെന്ന് ജഡ്ജ്മെന്റ് വരാൻ വേണ്ടിയിട്ടാണ് പല ഇഷ്യൂസും ആൻസർ ചെയ്യാതെ അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ഓപ്പറേറ്റീവ് പോർഷൻസിലേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന അവസരത്തിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ ആദ്യത്തെ ഓർഡർ 2016 നിങ്ങൾ ഗവൺമെന്റ് പാസ്സാക്കിയ ഓർഡറിൽ സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടൻഷൻസും ഉണ്ടായിരുന്നില്ല. അത് കൗണ്ടറിൽ വന്നപ്പോഴാണ് ഈ കണ്ടൻഷൻസ് എല്ലാം വന്നത് എന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് സെറ്റ് അസൈഡ് ചെയ്ത് പോയത്. അത് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഓർഡർ വരില്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വന്നപ്പോൾ അത് കംപ്ലൈ ചെയ്തിട്ട് ഉള്ള കൺഫ്യൂഷൻസ് തീർക്കലായിരിക്കും ഗവൺമെന്റിന്റെ മുമ്പിലുള്ള അതാണ് സംശയം. ഇപ്പോൾ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറയുന്നത് പോലെ ഈ സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കംപ്ലൈ ചെയ്തുകൊണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ അന്വേഷിക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ VV രാജേഷും പറഞ്ഞതുപോലെയാണ്. ഈ കാര്യങ്ങളിൽ പെട്ടെന്ന് TP സെൻകുമാറിനെ നിയമിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക്. പക്ഷേ TP സെൻകുമാറിനെ നിയമിച്ചതിൽ വന്ന കൺഫ്യൂഷൻ ഉത്തരവിൽ തന്നെയുണ്ട്. ആ നിയമനത്തെ ഇറഗുലറായി ഇപ്പോഴും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. അതിനുശേഷം സ്റ്റേറ്റ് പോലീസ് ചീഫ് ആക്കണമെന്ന് പറഞ്ഞാൽ, അതിലേക്ക് പുനർനിയമിക്കണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പോലീസ് ചീഫ് ആയിരുന്നില്ല, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആയിരുന്നില്ല. ആ തസ്തിക വേറൊന്നാണ്. ഹെഡ് ഓഫ് പോലീസ് ഫോഴ്സ് എന്ന അതിന് താഴെയുള്ള മറ്റൊരു തസ്തികയിലായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. ബെഹ്റ എന്ന ഈ കേസിലെ കക്ഷിയായ മറ്റൊരു ഇപ്പോൾ DGP ആയിരിക്കുന്ന ലോക്നാഥ് ബെഹ്റയുടെ ഭാഗം ഈ പറയുന്ന അർജൻസിയുടെ പേരിൽ കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ കംപ്ലൈ ചെയ്യുമെന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അല്ല, അക്കാര്യത്തിൽ നമുക്കിപ്പോൾ സാധാരണഗതിയിൽ സുപ്രീം കോടതി ഒരു ഉത്തരവിട്ടാൽ അത് അപ്പീൽ നൽകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകുന്നില്ലെങ്കിൽ ആ ഉത്തരവ് അനുസരിക്കണം. അത് പാലിക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥമാണ്. ഇവിടെ TP സെൻകുമാറിനെ ഒരു പദവിയിൽ നിന്ന് നീക്കം ചെയ്തതിനെതിരെയാണ് അദ്ദേഹം കോടതിയിൽ പോയത്.
ആ പദവി എന്താണെങ്കിലും അന്ന് ഒരു പദവി ഉണ്ടായിരുന്നു. ആ നീക്കം ചെയ്ത നടപടി ശരിയായില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ ഏത് പദവിയിൽ നിന്നാണോ നീക്കം ചെയ്തത് ആ പദവിയിൽ അദ്ദേഹത്തെ പുനഃസ്ഥാപിക്കുക, അതാണല്ലോ നമുക്ക് സാധാരണ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ വിധിയിൽ പറയുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫാക്കി മാറ്റി നിയമിക്കുക എന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് അതിലൊരു അപകടവും അപകടവും ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ ഒരു പദവിയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു, അതിനെതിരാണ് അദ്ദേഹം കോടതിയിൽ പോയത്. ഏത് പദവിയിൽ നിന്നാണോ നീക്കം ചെയ്തത് ആ പദവി അദ്ദേഹത്തെ തിരിച്ചു നൽകുക എന്ന് മാത്രമേ സുപ്രീം കോടതി ഉത്തരവിൽ നിന്ന് നമുക്ക് വായിച്ച് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഈ കാര്യത്തിൽ ഇത്രയധികം കൺഫ്യൂഷൻസ് ഉള്ളപ്പോൾ ആ കാര്യത്തിൽ കോടതിയിൽ തന്നെ പോയി ഒരു ക്ലാരിറ്റി വരുത്തുന്നതിൽ അപാകതയുണ്ട്, അത് വേണ്ടതല്ലേ? അല്ല, നമുക്ക് ന്യായമായ ഒരു സംശയം സ്വയം പരിഹരിക്കാൻ കഴിയാത്ത സംശയം ഒരു വിധിയിൽ ഉണ്ടായാൽ പിന്നെ ചെയ്യാവുന്നത് ആ കോടതിയോട്, ഉത്തരവിട്ട കോടതിയോട് തന്നെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു വ്യക്തത ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാം. അതിൽ തെറ്റൊന്നുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൂടി ഈ ചർച്ചയിൽ ചേർന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇന്നും പ്രതിപക്ഷ നേതാവും നിങ്ങളുടെ പാർട്ടിയുടെ അധ്യക്ഷനും പറഞ്ഞത് എത്രയും പെട്ടെന്ന് TP സെൻകുമാറിനെ നിയമിക്കൂ എന്നാണ്. നിങ്ങൾക്ക് അതിനകത്ത് രാഷ്ട്രീയമായൊരു താല്പര്യമുണ്ടാകാം. നിങ്ങളുടെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ നിയമിച്ച ആളിനെ തന്നെ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വീണ്ടും പോലീസിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമാകാം. പക്ഷേ ഒരു സർക്കാർ മാറിയപ്പോൾ തന്നെ ജനാഭിലാഷം അവിടെ കണ്ടതാണ്. എന്താണ് ജനങ്ങൾക്ക് താല്പര്യം, ഏതു തരത്തിലുള്ള പോലീസ് മാറണം, ഏതു തരത്തിലുള്ള സംസ്ഥാന ഭരണാന്തരീക്ഷങ്ങൾ മാറണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ തീരുമാനിച്ചാണ് പുതിയ സർക്കാരിനെ കൊണ്ടുവന്നത്. അതായത് പോലീസ് ആക്ടിൽ പോലീസ് മേധാവിയെ നീക്കം ചെയ്യുന്നതിന് പൊതുജനങ്ങൾക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടാകുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ, പൊതുജനം ഭരണത്തെ മുഴുവൻ മാറ്റിയ ഒരു ഘട്ടത്തിൽ അതിന് അനുബന്ധമായി സർക്കാർ എടുത്തൊരു നിലപാടാണ് പോലീസ് മേധാവിയെ മാറ്റിയത്. എല്ലാത്തിലും ജനങ്ങൾക്ക് തീരുമാനമുണ്ടായിരുന്നു അന്ന് തന്നെ. അത് സുപ്രീം കോടതി കണ്ടില്ല. സുപ്രീം കോടതി ഇപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചാണ് ഇങ്ങനെയൊരു ഉത്തരവിട്ടത്. പക്ഷെ അതിലും കൺഫ്യൂഷൻ അങ്ങ് വരാൻ താമസിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ പിന്നീട് ആവർത്തിക്കാം. പക്ഷേ ഈ ഉത്തരവിൽ 2-3 കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അത് തീർക്കാൻ കോടതിയിൽ തന്നെ സമീപിക്കേണ്ടതല്ലേ? അത് തീർത്തിട്ടല്ലേ TP സെൻകുമാറിനെ നിയമിക്കേണ്ടത്? ഇതിനകത്ത് കോൺഗ്രസിനോ UDFനോ അവരുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ചു എന്ന് പറയുന്ന ഒരാളെ LDFൻ്റെ കാലഘട്ടത്തിൽ തന്നെ തുടരണം എന്ന നിലപാട് സ്വീകരിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതത് കാലഘട്ടത്തിലെ ഗവൺമെൻറ്റുകൾക്ക് അവരുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഉള്ള വകുപ്പുകളുടെ തലവന്മാരെ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നമുള്ളത് നടന്നിരിക്കുന്നത് എന്താണ്? നേരത്തെ തന്നെ, ഇപ്പോൾ മാത്രമല്ല, നേരത്തെ തന്നെ 2 വർഷക്കാലത്തെ കാലാവധി ഇത്തരം പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് കേന്ദ്രത്തിൻ്റെയും സുപ്രീം കോടതിയുടെയും വിധിയുണ്ട്. ആ വിധി അംഗീകരിക്കണം എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ശ്രീ സെൻകുമാർ അദ്ദേഹത്തെ നീക്കിയപ്പോൾ കോടതിയിലേക്ക് പോയത്. കോടതി അതുകൊണ്ട് നീക്കിയ സ്ഥാനത്തേക്ക് തിരികെ എടുക്കണം എന്ന് പറയുകയുമുണ്ടായി. UDFൻ്റെ കാലത്ത് നമുക്കറിയാമല്ലോ, LDFൻ്റെ കാലത്ത് നിശ്ചയിച്ച DGP തന്നെയാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് വരെ UDFൻ്റെ കാലത്ത് നിന്നിരുന്നത്. അവിടെയൊന്നും UDFൻ്റെ കാലത്ത് അത്തരമൊരു സമീപനമൊന്നും സ്വീകരിച്ചിട്ടില്ല. സുരേഷ് ബാബു, ഒരു വസ്തുത ഞാൻ വർഷത്തെ കാലാവധി കണക്കാക്കിയാണ് സുപ്രീം കോടതി ഇദ്ദേഹത്തെ ഇപ്പോൾ പുനർനിയമിക്കാൻ തീരുമാനിച്ചത് എന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ ഡിസാറ്റിസ്ഫാക്ഷന്റെ ക്ലോസ് വെച്ച് ഇവിടെ ഡിസാറ്റിസ്ഫാക്ഷന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടിയ പുറ്റിങ്ങൽ കേസിന്റെയും ജിഷ കേസിന്റെയും കാര്യത്തിൽ അതൃപ്തിയുണ്ട് കോടതിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ നിയമിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. അത് ശരി, കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഞാൻ സുപ്രീം കോടതിയുടെ വിധിയുടെ ഫൂട്ടിങ്ങിൽ മാത്രമല്ല സംസാരിക്കുന്നത്. ഞാൻ പൊതുവായ ഇന്ന് നിലനിൽപ്പിൽ നിൽക്കുന്ന നിയമങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് കൂടിയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 വർഷക്കാലത്തെ കാലാവധിയെക്കുറിച്ച് ഞാൻ പറയാനിടയായത്. രണ്ടാമത്തത്, ഈ പറഞ്ഞ കാര്യത്തിലേക്ക് ഞാൻ വരാനിരിക്കുകയായിരുന്നു. ഈ നടപടിക്രമങ്ങൾ
2 ദിവസത്തിൻ്റെ ഒരു അധികാരത്തിലേറി 2ാമത്തെ ദിവസത്തിൽ തന്നെ ഈ കാര്യത്തിൽ എടുത്ത നടപടിയെക്കുറിച്ച് അതിൻ്റെ മുൻപത്തെ ദിവസങ്ങളിൽ കൊടുത്ത റിപ്പോർട്ട്, നളിനി നെറ്റോ കൊടുത്ത റിപ്പോർട്ട് പെട്ടെന്ന് തന്നെ മാറ്റുകയാണ്. എന്നിട്ട് വന്നതാണ്. അപ്പോൾ അതിനകത്തുള്ള അൺഹോളി ഹേസ്റ്റിയാണ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടാതെ പോയത്, അഥവാ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്. അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ സംശയം എന്ന് പറയുന്നിടത്ത് എനിക്കൊരൊറ്റ കാര്യമേ സൂചിപ്പിക്കാനുള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയമ സെക്രട്ടറി ആ നിയമവകുപ്പിൻ്റെ സെക്രട്ടറി, അദ്ദേഹം ജുഡീഷ്യൽ ഓഫീസർ കൂടിയായിരുന്നു. അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് പ്രവർത്തിക്കുന്നതിന് പകരം ഇത് ഒരു ദുർവാശി മാത്രം കൊണ്ടു നടക്കുകയാണ്. എനിക്കൊരു വിയോജിപ്പുള്ളത്, ഒരു ദുർവാശി എന്നൊക്കെ ഈ കാര്യത്തിൽ കാണേണ്ടതുണ്ടോ? ശ്രീ പിണറായി വിജയന്റെ സർക്കാരിനും TP സെൻകുമാറിനും അങ്ങനെ ഒരു ദുർവാശിക്ക് കാരണമായ എന്ത് കാരണമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമായി കാണാൻ സാധിക്കുമായിരിക്കും. അതിനകത്ത് വ്യക്തമായി പറയാൻ സാധിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു ലോ സെക്രട്ടറി പറയുന്ന കാര്യം അതുപോലെ തന്നെ കേൾക്കുകയാണോ മുൻകാലങ്ങളിലും സർക്കാർ ചെയ്തിട്ടുള്ളത്? ആ കാര്യത്തിൽ ലോ സെക്രട്ടറിമാർക്കും പരിമിതികൾ ഉണ്ടാകുമ്പോൾ ഉപദേശങ്ങൾ ചോദിക്കാൻ അതിന് മുകളിലേക്കും അതിനപ്പുറമുള്ള പ്രൊഫഷണലുകളിലേക്കും പോകുന്ന സന്ദർഭങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണേണ്ടതല്ലേ എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം അങ്ങയിലേക്ക്. അഡ്വക്കേറ്റ് A. റഹീം, രാഷ്ട്രീയമായിട്ട് കൂടിയുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക? ഇത് രാഷ്ട്രീയമായിട്ട് UDF എന്തും പറയാം. UDFും BJPയും ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെങ്കിലും അടിസ്ഥാനമുള്ള കാര്യങ്ങളാണോ? അടിസ്ഥാനരഹിതമായിട്ടാണ് എല്ലാം പറയുന്നത്. അവർക്ക് രാഷ്ട്രീയമായിട്ട് എന്ത് പറഞ്ഞിട്ടും സഖാവ് പിണറായി സർക്കാരിനെ ഒന്ന് എതിർക്കണം, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രീ സുരേഷ് ബാബു പറഞ്ഞതിലേക്ക് ഞാൻ വരാം. ശ്രീ BB രാജേഷ് ഇവിടെ വാചാലമാകുന്നത് കേട്ടാൽ ഞങ്ങളും BJPയും തമ്മിൽ, ഞങ്ങളും സുപ്രീം കോടതിയും തമ്മിൽ എന്തോ വലിയ കോൺഫ്ലിക്റ്റ് നടക്കുന്നു എന്നാണ് അദ്ദേഹം ഇവിടെ പ്രസ്താവിച്ചത്. അത് പൂർണ്ണമായി തെറ്റാണ്. പിന്നെ ഇത് മാറ്റുന്നതിനെ കുറിച്ചല്ല ഇത് പറയാനായിട്ട് എന്ത് അധികാരമാണ്, എന്ത് അവകാശമാണ്, എന്ത് ധാർമ്മികാവകാശമാണ് ഈ BJPക്കുള്ളത്? അത് UPയിലെ കാര്യം മാത്രമല്ല. UPയിലെ കാര്യം പറഞ്ഞല്ലോ അങ്ങനെ പോകാനുള്ളവരാരെങ്കിലും പോട്ടെ എന്ന്. ലാലെ, പ്രേക്ഷകരും ശ്രീ BB രാജേഷും മനസ്സിലാക്കേണ്ട കാര്യം 2011 പാസ്സാക്കിയ ഒരു നിയമമെങ്കിലും ഈ ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് സംബന്ധിച്ച് കേരളത്തിലുണ്ട്. BJP ഭരിക്കുന്ന 13 സംസ്ഥാനങ്ങളിൽ എവിടെയാണ് അത്തരത്തിലൊരു സംസ്ഥാന നിയമമുള്ളത്? അപ്പോൾ പിന്നെ അവിടെ ബൈൻഡിംഗ് ആവേണ്ടതാ? പ്രകാശ് സിംഗ് കേസിന്റെ വിധിയെ പിന്തുടരുകയല്ലേ വേണ്ടത്? അതിനെ പിന്തുടർന്നിട്ടുണ്ടോ? നിങ്ങൾ UPയിൽ ആളെ മാറ്റിയത് അങ്ങനെയാണോ? UPയിൽ മാറ്റിയത് പോട്ടെ, യോഗി ആദിത്യനാഥ് മാറ്റിയത് പോട്ടെ. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ്, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ആഭ്യന്തര സെക്രട്ടറിയെയും ഫോറിൻ സെക്രട്ടറിയെയും മാറ്റിയത്. അവർക്കെല്ലാം നിശ്ചിതമായൊരു കാലയളവുണ്ട്. പ്രധാനമന്ത്രിക്കൊപ്പം എയർപോർട്ടിൽ ബരാക് ഒബാമയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഗാർഡ് ഓഫ് ഓണറിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ ഫോറിൻ സെക്രട്ടറി തിരികെ ഓഫീസിൽ വന്നപ്പോൾ കസേരയില്ല, പകരം വേറെ ആളായി. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യ ഹോം സെക്രട്ടറിയെ മാറ്റി നിങ്ങൾ എത്ര നേരെയാണ്? ഇനി ഈ കേസിലേക്ക് വാ. TP സെൻകുമാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർവീസിലാണല്ലോ അദ്ദേഹം. ആ കേസ് സുപ്രീം കോടതിയിൽ പരിഗണിക്കുമ്പോൾ എന്തേ കേന്ദ്ര സർക്കാർ അഭിപ്രായം പറഞ്ഞില്ല? ഇത് സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു കേസ് വിധി പറയുമ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം പറയണ്ടേ കേന്ദ്ര സർക്കാർ? എന്തേ പറഞ്ഞില്ല? നിങ്ങളെന്തിനാ കേരളത്തിൽ ഇവിടെ വന്നിരുന്ന മൈതാന പ്രസംഗം നടത്തുന്നത്? ശരി, ശ്രീ PM സുരേഷ് ബാബുവിന്റെ കാര്യത്തിലും അങ്ങേക്ക് ഒരു മറുപടി ഉണ്ടാവുമെന്ന് കരുതുന്നു. PM സുരേഷ് ബാബു പറയുന്നതിലൊന്നും ഒരു അടിസ്ഥാനമില്ല. കേരളത്തിൽ ഞങ്ങൾ ചെയ്ത് വളരെ സുതാര്യമായാണ് ചെയ്തത്. സർക്കാരിന് മുമ്പിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇപ്പോൾ TP സെൻകുമാറിനെ പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ ലോക്നാഥ് ബെഹ്റയെ എങ്ങോട്ടേക്ക് മാറ്റും? തത്തുല്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകിയാണ് ലോക്നാഥ് ബെഹ്റയെ മാറ്റേണ്ടത്. അതെവിടെ സ്ഥാപിക്കും? അദ്ദേഹം കമ്പാരിറ്റീവ്ലി ജൂനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരെക്കാൾ ശമ്പളം കൊടുത്ത് അദ്ദേഹത്തിനെ നിയമിക്കാനാകുമോ? നിരവധി നിയമപ്രശ്നങ്ങൾ ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. നിയമ സമസ്യകൾക്ക് ഉത്തരം തേടുകയല്ലാതെ ഒരു രാഷ്ട്രീയ അജണ്ടയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, ഈ കാര്യത്തിൽ ശ്രീ VV രാജേഷും ശ്രീ PM സുരേഷ് ബാബുവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ശ്രീ A. റഹീം പറഞ്ഞ ചില ഭാഗങ്ങൾ ശ്രീ PM സുരേഷ് ബാബു കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ VV രാജേഷിനോട് ചോദിക്കുന്ന ചോദ്യം PM സുരേഷ് ബാബുവിനോട് കണക്കാക്കി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് ഈ TP സെൻകുമാർ ഈ സർക്കാരിൻ്റെ കണ്ണിൽ കരടായി മാറുന്നതിന് അവർക്ക് കാരണങ്ങളുണ്ട്. അത് പുറ്റിങ്ങൽ കേസാകാം, ജിഷ കേസാകാം,
മറ്റ് പല കാര്യങ്ങളിലും പിന്നീട് TP സെൻകുമാർ എടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. പൊതു മാധ്യമങ്ങളിൽ അദ്ദേഹം സർക്കാരിനെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ മുൻപ് തന്നെ TP സെൻകുമാർ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ടൊരു കേസിൽ ഒരു തർക്കത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത ചില നടപടിക്രമങ്ങൾ നടപ്പിലാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ TP സെൻകുമാറിനെ ഈ സർക്കാരിന് വേണമെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാതിരിക്കാവുന്നതാണ്. അത് തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്താവുന്നതുമാണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നമുക്കിപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കോടതിയിൽ ഈ കൺഫ്യൂഷനുകൾ കൂടി നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ബലത്തിൽ മാത്രമാണോ ശ്രീ VV രാജേഷും ശ്രീ PM സുരേഷ് ബാബുവും ഇപ്പോൾ ഈ സർക്കാരിനെ TP സെൻകുമാറിനെ വേഗം നിയമിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമ്മർദ്ദപ്പെടുത്തുന്നത്? ശ്രീ രാജേഷ്. അല്ല, ഞാനതിൽ ഒരു പരിധി കഴിഞ്ഞ് രാഷ്ട്രീയം കലർത്തി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ 2-3 കാര്യങ്ങൾ ഇവിടെ ഞാൻ റഹീമിൻ്റെ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. അതായത് ഇത്തരത്തിലുള്ള കേഡർ പ്രധാനപ്പെട്ട തസ്തികകളിലൊക്കെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെ തന്നെയാണ് നിയമനം നടത്തേണ്ടത്. ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോഴേക്കും ഗവൺമെൻറ്റിൻ്റെ നയം നിയമപരമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള അധികാരമുണ്ട്. സെൻകുമാർ പോലും സുപ്രീം കോടതിയിൽ ആർഗ്യൂ ചെയ്തു. ആ ഗവൺമെൻറ് പവർ എടുത്തു മാറ്റണമെന്ന് ആർഗ്യൂ ചെയ്തപ്പോഴേക്കും സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. റഹീം അത് പറഞ്ഞാണല്ലോ ഇവിടെ. പക്ഷേ അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തന്നെ പാസ്സാക്കിയ കേരള പോലീസ് അമെൻഡ് ചെയ്ത കേരള പോലീസ് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ഗവൺമെൻറ് മാറ്റുമ്പോൾ സംസ്ഥാന സുരക്ഷാ കമ്മീഷൻ്റെ യോഗം വിളിച്ച് ആഭ്യന്തരമന്ത്രി ചെയർമാനും പ്രതിപക്ഷ നേതാവും പിന്നെ ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും ഗവർണർ നിർദ്ദേശിക്കുന്ന 3 അംഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സംസ്ഥാന സുരക്ഷാ കമ്മീഷനെ വിളിച്ച് ആ യോഗത്തിൽ വെച്ച് വേണം ഈ ഉദ്യോഗസ്ഥനെ മാറ്റുവാനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ മിനിറ്റ്സ് ഉൾപ്പെടെ വേണം അദ്ദേഹത്തെ മാറ്റാൻ. BJP നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഹോം സെക്രട്ടറി മാറ്റിയിട്ടുണ്ട്, ഫോറിൻ സെക്രട്ടറി മാറ്റിയിട്ടുണ്ട്, ചില നിയമനങ്ങൾ ഞങ്ങൾ മാറ്റി നടത്തിയിട്ടുണ്ട്. അത് ഗവൺമെന്റ് പ്രോഗേറ്റീവ്. ഇവിടെ ചെയ്യാൻ ഈ ആക്ടെങ്കിലും ഉണ്ട്, നിങ്ങളുടെ അവിടെ ഇതൊന്നും ഇല്ലല്ലോ എന്നാണ് ലാലെ റഹീം പറഞ്ഞപ്പോൾ ലാൽ ഇടപെട്ടില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും ഞാൻ മുമ്പ് പല ചർച്ചയിലും സ്വീകരിച്ചുള്ള സമീപനം എന്നെ കൊണ്ട് ലാൽ അവിടെ ഇരിക്കൂ. എന്നോട് താങ്കൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയട്ടെ. അല്ല, എന്നെ നിശബ്ദനാക്കാനാണോ ഞാൻ വെറുതെ ഇരുന്ന് തരാം. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് ചില ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെൻറ് നയമനുസരിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരിടത്തും തന്നെ പരാതി വന്നിട്ടില്ല. കാരണം പാലിക്കേണ്ട നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചത് സുപ്രീം കോടതി തന്നെ പ്രകാശ് സിംഗ് കേസിൽ വളരെ വ്യക്തമായിട്ട് ഒരു വിധി പറഞ്ഞിട്ടുണ്ട്. ആ വിധിയുടെ അന്തസ്സത്ത ഇവിടുത്തെ ഗവൺമെൻറ് പാലിച്ചിട്ടില്ല. മറ്റൊരു കാര്യം പ്രധാനമായി നോക്കിയത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ജിഷ കേസോ പുറ്റിങ്ങൽ വൈരുദ്ധ്യമുണ്ട് രാജേഷ്. കേന്ദ്ര ഗവൺമെന്റ് അല്ലല്ല രാഷ്ട്രീയമായ ആദ്യ ഭാഗം അങ്ങ് അംഗീകരിക്കുന്നു. അതായത് ഒരു സർക്കാരിന് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റാമെന്ന് പറയുന്നു. രണ്ടാമത് എങ്ങനെ രാജേഷിനോടല്ലേ ചോദിക്കുന്നത്? രാജേഷ്, അതിനകത്തൊരു വൈരുദ്ധ്യം അങ്ങയുടെ പറച്ചിലിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. സുപ്രീം കോടതി പുറ്റിങ്ങൽ കേസോ ജിഷ കേസോ കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സുപ്രീം കോടതിയിൽ നോക്കിയത്, ഒന്ന്, പ്രകാശ് സിംഗ് കേസിലെ സുപ്രീം കോടതിയുടെ വിധി ഈ ഗവൺമെന്റ് പാലിച്ചിട്ടുണ്ടോ, 2, ഏപ്രിൽ മാസം 13-ാം തീയതി അന്നത്തെ ഹോം സെക്രട്ടറി ആയിരുന്ന നളിനി പ്രകാശ് സിംഗ് കേസുമായി ബന്ധപ്പെടുത്തിയിട്ടില്ല കോടതി. നളിനി നെറ്റോ ഏപ്രിൽ മാസം 13-ാം തീയതി കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം 41 ദിവസങ്ങൾക്ക് ശേഷം അതേ നളിനി നെറ്റോ കൊടുത്ത മറ്റൊരു റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു. ഈ 2 വൈരുദ്ധ്യങ്ങളുമാണ് കോടതി പ്രധാനമായും കൺസിഡർ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ പിണറായി വിജയൻ സർക്കാർ ബയസ്ഡായിട്ട് പെരുമാറിയിരിക്കുന്നു. അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തുണ്ടായി? സെൻകുമാർ ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ CPM-ന്റെ നേതാക്കന്മാരെ അവരെ യഥാർത്ഥ പ്രതികളെ ഐഡന്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്തതിൻ്റെ വിരോധമുണ്ട് എന്നുകൂടി സെൻകുമാർ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് ബോധ്യമായി. ഇനി ഒരൊറ്റ കാര്യം കൂടി ഉള്ളൂ. അടുത്ത ഘട്ടത്തിൽ തരാം. അടുത്ത ഘട്ടത്തിൽ ഞാൻ അങ്ങ് സമയം തരുന്നുണ്ട്. അടുത്ത ഘട്ടത്തിൽ തരാം. എനിക്ക് പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകണം. PM സുരേഷ് ബാബുവിൽ നിന്നൊരു മറുപടി എടുത്തിട്ടാണ് ഞാൻ ശ്രീ റഹീമിലേക്ക് വരിക, പിന്നീട് രഞ്ജിത്ത് മാരാറിലേക്കും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അവിടെയുണ്ട്. പക്ഷേ അത് കൂടാതെ തന്നെ നമുക്കിപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണ്. ഈ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇവിടെ 3 സംശയങ്ങൾ ഈ വിധി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറിനെ പോലുള്ളവർ ഇത് നടപ്പിലാക്കണം എന്നിട്ട് ആലോചിക്കാമെന്ന് പറയുമ്പോൾ പോലും അവർക്കും ആ ഘട്ടത്തിൽ ഈ കൺഫ്യൂഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കൺഫ്യൂഷൻസ് അവിടെ ഉള്ളപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്കായി നിയമവിദഗ്ധരെയോ നിയമ സെക്രട്ടറിയോ അങ്ങ് പറഞ്ഞതുപോലെ സെക്രട്ടറിയോ അതല്ലെങ്കിൽ അതിനപ്പുറമുള്ളവരെയോ കാണേണ്ടി വരും. വീണ്ടും അടി കിട്ടാതെ നോക്കുന്നത് ഒരു സർക്കാരിന് എപ്പോഴും ഗുണമാണ്. ഈ വിധിയിൽ പോലും നിങ്ങളുടെ സർക്കാരിനെ അടിച്ചിട്ടുണ്ട്, അത് ചർച്ച ചെയ്യാതെ പോകരുത്. TP സെൻകുമാറിനെ നിയമിച്ച
ഇറഗുലർ എന്ന് പറയുന്ന നടപടി അന്നത്തെ സർക്കാരിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനിയും അടി കിട്ടാതെ മുന്നോട്ട് പോകാൻ ഈ കൺഫ്യൂഷൻ തീർത്തു പോകുന്നത് എത്ര വൈകിയായാലും അത് ചെയ്യേണ്ടതല്ലേ? അതിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സർക്കാരിനെ ടി പി സെൻകുമാറിനോടുള്ള വൈരാഗ്യമെന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ടതുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ സർക്കാർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നങ്ങ് അംഗീകരിച്ചു തരണം എന്നുണ്ടോ? അതല്ലല്ലോ. സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ ഞങ്ങൾ ബഹുജന സമക്ഷം അവതരിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ വളരെ കൃത്യമായും സത്യമായുമാണ് നിർവഹിക്കുന്നത്. ഡോക്ടർ ലാൽ, ഒരു കാര്യം മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. സർക്കാരിന് ഒരു കാര്യത്തിൽ നിയമപരമായ സംശയമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം ലോ സെക്രട്ടറിയോടാണ്, നിയമവകുപ്പ് സെക്രട്ടറിയോടാണ്. അദ്ദേഹം നിശ്ചയിച്ചിട്ട് ഇദ്ദേഹത്തെ തിരികെ എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇനി ലോ സെക്രട്ടറിയുടെ അഭിപ്രായം സർക്കാരിന് അഭികാമ്യമല്ല, അഡ്വക്കേറ്റ് ജനറലിന്റെ അഭിപ്രായം തേടാം, അതല്ലെങ്കിൽ ഹരീഷ് സാൽവെയുടെ അഭിപ്രായം തേടാം. ഇതിനൊന്നും ഒരു സമയവും വേണ്ട. ഒറ്റ ചോദ്യം, ലോ സെക്രട്ടറി അങ്ങനെയാണ് പറഞ്ഞത് എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ഈ കൺഫ്യൂഷൻ നമ്മുടെ ചർച്ചയിലെങ്കിലും നിലനിൽക്കുന്നുണ്ടല്ലോ. ലോ സെക്രട്ടറിക്ക് ചിലപ്പോൾ അപൂർവമായ ഇത്തരം കേസുകൾ വരുമ്പോൾ അദ്ദേഹത്തിനും സംശയമുണ്ടാകാം. അദ്ദേഹം ഒരു മനുഷ്യനായിരിക്കുമല്ലോ. അപ്പൊ ഈ രീതിയിലുള്ള സംശയങ്ങൾ വരുമ്പോൾ തുടർന്ന് ഈ കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യത വരുത്തി തന്നെയല്ലേ പോകേണ്ടത്? അതിൽ സാങ്കേതികമായി പറഞ്ഞ ലോ സെക്രട്ടറി പറഞ്ഞല്ലോ പെട്ടെന്ന് ചെയ്ത് അടി വാങ്ങി വരൂ എന്ന് സർക്കാരിനെ ഇങ്ങനെ അനുഗ്രഹിച്ച് അയക്കണമോ? അല്ല, ലോ സെക്രട്ടറിയുടെ ഉപദേശങ്ങൾ മുഴുവൻ സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് സ്വീകരിച്ചാൽ സർക്കാരിന് അടി കിട്ടും എന്നാണ് അങ്ങ് പറയുന്നതെങ്കിൽ എനിക്ക് അതിനോട് സഹതപിക്കാൻ മാത്രമേ കഴിയൂ. ചോദിക്കാം, റഹീം അത് പക്ഷെ അംഗീകരിക്കുന്നുണ്ടാവില്ല. എനിക്കത് ചോദിക്കാം, എന്റെ സംശയമാണ്. അങ്ങേപ്പോലൊരു നിയമ വിദഗ്ധൻ കൂടിയായ രാഷ്ട്രീയക്കാരൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ലോ സെക്രട്ടറിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചാൽ സർക്കാരിന് അടി കിട്ടും എങ്കിൽ അത് ഗവൺമെന്റിന്റെ ഒരു പ്രൊറഗേറ്റീവ് ആണ്. ആ ലോ സെക്രട്ടറി വേണോ വേണ്ടിയോ ഞാൻ പൊതുവായി പറഞ്ഞതല്ല. എല്ലാ കേസിലും ലോ സെക്രട്ടറി ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്. അങ്ങത് വീണ്ടും രാഷ്ട്രീയമായി കണ്ട് ഉത്തരം പറയരുത്. ഇത്തരം അപൂർവമായ സെൻസിറ്റീവായ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധാരണ കേസ് പോലെ അല്ലാത്ത ഒരു കേസിൽ പലതും ചോദിച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എത്രമാത്രം കേസായി മാറും. അത് അടി കിട്ടുന്നതാണ് സർക്കാരിന്. അത് ഏത് സർക്കാരായാലും, നിങ്ങളുടെ സർക്കാരായാലും അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ കാര്യത്തിൽ തന്നെ അങ്ങക്ക് വഴങ്ങാം. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഈ കാര്യത്തിൽ, ഈ സെൻകുമാറിന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലോ സെക്രട്ടറിയുടെ അഭിപ്രായം സർക്കാരിന് സ്വീകാര്യമല്ലെങ്കിൽ ഉടനെ ചോദിക്കാവുന്നത് AG-യോടാണ്. AG-യോട് വരാൻ പറയണം തിരുവനന്തപുരത്തേക്ക്. AG-ക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്ന മറ്റ് അഭിഭാഷകരോട് ചോദിക്കുന്നത് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എല്ലാം ചോദിക്കട്ടെ, നല്ലത്. ഈ പറയുന്ന അങ്ങ് പറയുന്ന AG-യോട് ചോദിച്ചും സർക്കാർ വേണ്ട. ഇനി AG-യെയും വിശ്വാസമില്ല സർക്കാരിനെങ്കിൽ ഈ കേസിൽ ഹാജരായ ഹരീഷ് സാൽവെയെ വിളിക്കാം. ശരി, ആരോടെങ്കിലും ചോദിച്ചാലും ശ്രീ PM സുരേഷ് ബാബു ഈ പറയുന്ന കൺഫ്യൂഷൻ തീർത്തല്ലേ പറ്റൂ. ഞാൻ തിരിച്ചു വരാനുള്ള സമയം ഉണ്ടാകുമെന്ന് കരുതുന്നു. ശ്രീ A. റഹീം, VV രാജേഷ് പറഞ്ഞത് കിടക്കുന്നു. ഒരു കാര്യം, അതെ, ആ ഹരീഷ് സാൽവെയോട് ചോദിച്ച് അദ്ദേഹം നിയമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ആർജവം ഗവൺമെന്റ് കാണിച്ചാൽ മതി. ശരി, ശ്രീ A. റഹീം. പ്രകാരം ഞങ്ങൾ തിരികെ നിശ്ചയിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള ആർജവം ഗവൺമെന്റ്. രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വിചിത്രമാണ്. ഒന്ന്, ശ്രീ PM സുരേഷ് ബാബു പറഞ്ഞത് നിയമ സെക്രട്ടറിയുടെ വിശ്വാസമില്ലായെങ്കിൽ AG-ക്ക് പോകണം. ഇനി AG-യുടേതല്ല, ഹരീഷ് സാൽവെയുടെ അടുത്തേക്ക് പോകണം. അല്ല, ഞങ്ങൾ അങ്ങനെ ആരുടെയെന്നല്ല നിയമോപദേശം നേടാമോ? ആ നിയമോപദേശം എല്ലാം തരാൻ സർക്കാർ ബാധ്യസ്ഥമാണ്. സർക്കാർ അത് ചെയ്യുകയും ചെയ്യും. ഞങ്ങളൊരു കാര്യം വ്യക്തമാക്കുന്നത്, KPCC-യുടെയും BJP-യുടെയും നിയമോപദേശം സ്വീകരിച്ചുകൊണ്ട് ഈ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഞങ്ങളുടെ മുമ്പിലുള്ളൂ. നിങ്ങൾ അതിന് വാശി പിടിക്കാതിരുന്നാൽ മതി. നിങ്ങൾ തരുന്ന നിയമോപദേശം കേട്ട്, രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ നിന്ന് തരുന്ന നിയമോപദേശം കണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായി ഒരു ഏറ്റുമുട്ടലിനും പോകുന്നില്ല. ഇത് ഇനി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ കൂടി വിശകലനം ചെയ്തുകൊണ്ടുള്ള കൃത്യമായ നിലപാട് വന്നതിന് ശേഷം സർക്കാർ നടപ്പിലാക്കും. എന്താന്ന് വെച്ചാൽ അത്. രണ്ട്, ശ്രീ VV രാജേഷ് സൂചിപ്പിച്ച കാര്യം, അദ്ദേഹം പറഞ്ഞത് ഹോം സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ ഫോറിൻ സെക്രട്ടറിയെയും നരേന്ദ്രമോദി സർക്കാർ മാറ്റിയത് നിയമപരമായിട്ടാണെന്നാണ്. പച്ചക്കള്ളമാണ്.
അവരെ മാറ്റാൻ അവകാശമില്ല. അതുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആരും ഇതുവരെ അങ്ങനെ മാറ്റാതിരുന്നത്. കാര്യം അവർക്ക് നിശ്ചയിക്കപ്പെട്ട കാലാവധിയുണ്ട്. അത് ഭരണഘടനാപരമായി നിശ്ചയിക്കപ്പെട്ട കാലാവധിയുള്ളവരെയാണ് മാറ്റിയത്. ഒരു സർക്കാരിന്റെ വിവേചനപരമായ നിലപാടനുസരിച്ച് മാറ്റേണ്ടവരല്ല ഈ രണ്ടുപേരും. എന്നിട്ടും മാറ്റിയവര്, അതും യാതൊരുവിധ മുന്നൊരുക്കവുമില്ലാതെ മാറ്റി. ഇത് എല്ലാം RSS കാര്യത്തിൽ വേണ്ട അഭിപ്രായങ്ങൾ ഇവിടെ നടപ്പിലാക്കിയതാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അതിൽ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിന്റെ മെരിറ്റിലേക്ക് വരാം. ഇവിടെ സർക്കാർ വളരെ കൃത്യമായൊരു നിലപാടാണ് സ്വീകരിച്ചത്. 2011 ഉണ്ടായിരുന്ന കേരളത്തിലുള്ള ആക്ടിനെ പിന്തുടർന്നുകൊണ്ടാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത്. അത് ട്രിബ്യൂണൽ ഇവിടെ തള്ളിയതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി TP സെൻകുമാറിന്റെ വാദഗതി തള്ളിയതുമെല്ലാം അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ വിധിയെ ഭരണഘടനാ ബാധ്യതയുള്ള സർക്കാരിന് പാലിക്കുകയും വേണം. എന്നാൽ സർക്കാരിന് മുമ്പിലുള്ള പ്രശ്നം, അത് ബ്ലൈൻഡായി അതിലേക്ക് പോകുമ്പോൾ മറ്റു ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശങ്കർ റെഡ്ഡിക്ക് കോടതിയിലേക്ക് പോയിക്കൂടെ? ഇപ്പോൾ ഈ ജേക്കബ് തോമസിന് ബെഹ്റയെ നിയമിച്ച ഉത്തരവ്, TP സെൻകുമാറിനെ മാറ്റിയ ഉത്തരവ്, ആ ഉത്തരവ് അസാധുവാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജേക്കബ് തോമസിന് ശരി, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. ശ്രീ VV രാജേഷിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അതിലേക്ക് ഞാൻ വരാം. 1 മിനിറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കുമായിട്ട്, റഹീമിനും രാജേഷിനോട് തരാം. പക്ഷേ അതിന് മുമ്പ് 1 മിനിറ്റ് ശ്രീ രഞ്ജിത്ത് മാരാറിലേക്ക് കൂടി ഒന്ന് പോയിട്ട്, ആകെ 2 മിനിറ്റ് ബാക്കി ഉണ്ടാകുമെന്ന് കരുതുന്നു. ശ്രീ രഞ്ജിത്ത് മാരാർ, ഈ TP സെൻകുമാറിനെ നിയമിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ആ കാര്യം തന്നെ എടുക്കാം. ശരി, അത് നടപ്പിലാക്കുന്നു എന്ന് കരുതുക. TP സെൻകുമാറിനെ നിയമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള നിയമപ്രശ്നങ്ങൾ തൊട്ടടുത്ത് വരാൻ സാധ്യതയുള്ളത് ഈ വിധി അനുസരിച്ച് എന്താണ്? TP സെൻകുമാറിനെ നിയമിക്കുന്ന കാര്യത്തിലാണല്ലോ നമുക്ക് ഒരു എതിരഭിപ്രായം ഇപ്പോൾ ഉള്ളത്. അതങ്ങ് നടപ്പിലാക്കിയെന്ന് കരുതുക. പിന്നെ തൊട്ടടുത്ത 1, 2, 3 എന്ന് പറഞ്ഞു കിടക്കുന്ന നിയമപരമായ, ഇപ്പൊ റഹീം ചൂണ്ടിക്കാട്ടിയ പലരും കേസുമായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിലേക്കൊന്ന് പെട്ടെന്ന് വരാമോ? സമയത്തിന്റെ പരിമിതി കൂടി. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരില്ല. ഗവൺമെന്റിന് ഇതെല്ലാം ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് CPM പോലെയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റിന് എങ്ങനെ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്നറിയാം. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നപ്പോൾ അവരുടെ സ്ട്രാറ്റജി ഫെയിലായി. അവർ ആദ്യം തന്നെ ആ ഓർഡറിനെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് ചെയ്താൽ മതിയായിരുന്നു. ഈ ഇഷ്യൂസ് ഒന്നും വരില്ല. ഈ ഓഫീസേഴ്സ് ഒന്നും, ഐ ഡോണ്ട് തിങ്ക് ഈ ഓഫീസേഴ്സ് ഒന്നും ഒരു വലിയ ഇഷ്യൂസിലേക്ക് ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഫേസ് അതിനുള്ള അവകാശമുണ്ടല്ലോ, അവരത് പോകില്ല എന്ന് നമ്മൾ പറയുന്നത് ഹൈ ഓഫീസേഴ്സിന്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് പോകില്ല. പക്ഷെ TP സെൻകുമാർ പോയതാണ്, നമ്മൾ കണ്ടു. അതുപോലെ പലർക്കും അത് പോകാമല്ലോ. ഞാനത് ഒന്നെങ്കിൽ ഞാൻ റഹീമും അല്ല ഞാൻ പാർട്ടിക്കാരനും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തരാതിരിക്കരുത്. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നന്നായിട്ട് ചെയ്യാനും പറ്റും. ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓർഡറിൽ വ്യക്തത ഉണ്ടായാൽ മതി. ആ ഉണ്ടാവുന്ന ഓർഡർ നന്നായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലീഗലി പെർമിസിബിൾ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള ഓർഡേഴ്സ് പാസ്സാക്കാനുള്ള മെച്യൂരിറ്റിയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. ശരിയാക്കി തരാമെന്ന് പറഞ്ഞത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ ലൈനിലുണ്ടോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇല്ല. പക്ഷേ എന്തായാലും അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞതുപോലെയുള്ള അവസ്ഥകൾ ഉണ്ടെങ്കിലും ആദ്യം രഞ്ജിത്ത് മാരാർ സൂചിപ്പിച്ച കൺഫ്യൂഷനും അവിടെ ഉണ്ടല്ലോ. അത് എങ്ങനെ മറികടക്കും എന്ന കാര്യത്തിൽ അപ്പോഴും വ്യക്തതയില്ല. അതാണ് സർക്കാർ ഇപ്പോൾ അന്വേഷിക്കുന്നതും. ആ വ്യക്തത വരുന്നത് വരെയുള്ള സമയം ഈ കാര്യത്തിൽ സർക്കാരിന് കൊടുക്കേണ്ടി വരില്ലേ? വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് A. റഹീം, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് VV രാജേഷ്, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ.